friends, welcome to my channel. It's me PRAMEESHA. ഞാനൊരു ഫാഷൻ ഡിസൈനിങ് ടീച്ചറാണ്. കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യണമെന്ന് മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ളൊരു സമയമൊക്കെ ഒത്തു കിട്ടിയത്. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇപ്പോൾ തരുന്നുള്ളൂ. ബാക്കി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഞാൻ ഇത് നമ്മുടെ ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പം വരുന്ന ക്ലാസ്സുകളിൽ ഇത്രയൊന്നും അല്ല കേട്ടോ വേണ്ടത്. പക്ഷെ നിങ്ങൾ ആരും ഇനി അതോർത്തിട്ട് പേടിക്കൊന്നും വേണ്ട. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ വിലയുടെ സാധനങ്ങളാണ്. മിക്കവാറും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ കാണും ഇതെല്ലാം. ഓരോ സബ്ജക്റ്റിനും ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. മറ്റൊന്നുമല്ല, ഒരു ചെറിയൊരു ലെക്ചർ നോട്ട്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്കിപ്പോൾ ഈ ക്ലാസ്സിൽ സബ്ജക്ട്സ് ആയിട്ട് കുറച്ച് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫാഷൻ തിയറി വരുന്നുണ്ട്, ഫാഷൻ ഇല്ലുസ്ട്രേഷൻ, പാറ്റേൺ മേക്കിംഗ്, ഗാർമെൻറ്റ് മേക്കിംഗ്, പിന്നെ സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈനിങ്, സർഫസ് ഓർണമെൻറ്റേഷൻ, ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നോട്ട്സും അല്ലെങ്കിൽ ഒരു റഫ് റെക്കോർഡ്സ് പോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പം കഴിഞ്ഞ ക്ലാസ്സിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു അറിവൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ കഴിയുവാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ നമുക്ക് ഒന്നുമില്ല കേട്ടോ, ഇതിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കിപ്പോൾ ഈ ഫാഷൻ ഡിസൈനിങ്ങിൽ വരുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫാഷൻ ടെക്നിക്കൽ നെയിംസ് തന്നെ ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിലൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മീറ്റർ സ്കെയിലാണ്. നമ്മളിപ്പം തുണിക്കടയിലൊക്കെ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പം അളന്ന് വെച്ചിട്ടാണ് നമുക്ക് തുണിയൊക്കെ അവർ ക്ലോത്ത് കട്ട് ചെയ്ത് തരുന്നത്. അപ്പം ഇതിന് നമ്മളിപ്പോൾ സാധാരണ സ്കെയിൽ പോലെ തന്നെ ഇതിനകത്ത് ഇഞ്ചസും ഉണ്ട്, ഈ ഭാഗത്ത് സെൻറ്റിമീറ്റേഴ്സും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലോത്തിലേക്ക് വരച്ചിട്ട് കട്ട് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മളിതാ ന്യൂസ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പറിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് ഈ സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ക്ലോത്തിൽ വെച്ച് ട്രേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരിക്കലും നമ്മൾ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുന്നില്ല. അതുപോലെ നമ്മളിപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൽ ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഈ ന്യൂസ് പേപ്പേഴ്സ് അല്ല, ഇതിപ്പോൾ റഫായിട്ട് നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നമ്മൾ ബ്രൗൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്കെല്ലാം അറിയാം, സിസേഴ്സാണ് നമുക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണല്ലോ. ഇത് നിങ്ങൾ കഴിയുന്നതും പേപ്പർ കട്ട് ചെയ്യാൻ ഒരു സിസറും അതേപോലെ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് തന്നെ വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ തയ്യൽ തുമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, ട്രിംസ് എന്ന് പറയും. അപ്പോൾ അതിനെ ഒക്കെ നമ്മൾ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് സാധാരണ സിസേഴ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ത്രെഡ്സാണ്, നിങ്ങൾക്കെല്ലാം അറിയാലോ, നമ്മൾ മെഷീനിൽ യൂസ് ചെയ്യുന്ന ത്രെഡ്സ്. ഇത് എംബ്രോയ്ഡറി ത്രെഡ്സാണ്. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്ലോത്തിലേക്കൊക്കെ ഇപ്പം എംബ്രോയ്ഡറി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്വാളിറ്റി ഉള്ളത് കമ്പനി ആങ്കറാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു.
ഇതാ ഇതിൻ്റെ. അപ്പം ഇത് നിങ്ങൾ എന്ത് കുറച്ചുകൂടെ സ്മൂത്താണ്, കണ്ടില്ലേ ത്രെഡ്. നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുണിയിൽ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ടിരിക്കും. കളറൊന്നും അങ്ങനെ ഇളകിയൊന്നും പോവില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഇതാ ഇത് വില കുറവാണ്, 4 രൂപയ്ക്കുള്ളൂ. ഡോളിയാണത്, ഡോളിയുടെ. അപ്പം ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ഇത് ഫ്രഞ്ച് കേവ് എന്നാണ് ഇതിന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവും. ഫ്രഞ്ച് കേവ് എന്നാണ് അതിന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വരച്ച് കഴിഞ്ഞാൽ മെഷർമെൻറ്റ് എടുത്തിട്ട് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെക്കിൻ്റെയും അതായത് ആം ഹോളിൻ്റെയൊക്കെ ഷേപ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഈ കേവ് വരുന്നില്ല ഇങ്ങനെ ഉള്ളിലും പുറത്തുമായിട്ട് ഇതേണ്ട. അപ്പോൾ ആ കേവിൽ കൂടിയാണ് നമ്മൾ ഇതേ പുറത്ത് വരുന്നില്ലേ കേവ്. അപ്പം ഇതിലെയാണ് നമ്മൾ വരച്ചിട്ട് നല്ല നീറ്റായിട്ട് കിട്ടുമൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് പിന്നെ നമുക്കറിയാം മെഷീൻ നീഡിൽസാണ് ഇത്. ബോബിനും കേസുമാണ്. പിന്നെ ഇത് നമുക്കറിയാം നമ്മളെ ടേപ്സാണ്, നമ്മൾ അളവെടുക്കുന്ന ടേപ്സാണ്. ഇതിലും ഇപ്പം മീറ്റർ സ്കെയിലിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഈ ഒരു ഭാഗത്ത് ഇഞ്ചസാണ് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് അതേപോലെ രണ്ടും വരുന്നുണ്ട്, സെൻറ്റിമീറ്റേഴ്സും ഇഞ്ചസും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഇത് ട്രേസിങ് വീലാണ്. ട്രേസിങ് വീൽ എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഇപ്പം ക്ലോത്തിങ് ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിപ്പം ബൾക്കായിട്ടൊക്കെ ഇപ്പോൾ ഡ്രസ്സ് ഒരുമിച്ച് വെച്ച് പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നതിനൊക്കെ ആയിട്ട്, അതായത് ടക്സും ഡാർട്സും ഒക്കെ നമ്മൾ ഒരേപോലെ എല്ലാ ക്ലോത്ത്സിലും വരാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ഇത് യൂസ് ചെയ്യുന്നതിന്. അതൊക്കെ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇത് സ്റ്റിച്ച് റിമൂവറാണ്. സ്റ്റിച്ച് റിമൂവർ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ രാത്രിയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ആളുണ്ട്, ചെറിയ മോനുണ്ട്. അപ്പം അവന് പകലൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ആൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അത് സ്റ്റിച്ച് റിമൂവറാണ് കേട്ടോ. അപ്പം സ്റ്റിച്ച് നമ്മളിപ്പം മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എളുപ്പത്തിൽ അഴിച്ചെടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് ടൈലേഴ്സ് ചോക്കാണ്. ടൈലേഴ്സ് ചോക്ക് എന്നാണ് ഇതിന് പറയുന്നത്. മാർക്കിംഗ് ചോക്സ് എന്നൊക്കെ പറയും. നിങ്ങൾക്കറിയാം, നമ്മൾ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്, മാർക്ക് ചെയ്യാനായിട്ട്. ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. ഈ സാധാരണ ഈ ചോക്സ് ആയാലും മതി, ഇതായാലും കുഴപ്പമില്ല. ഓക്കെ. ദെൻ ഇത് നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ് കേട്ടോ. നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ട് ഇപ്പം വേണമെന്നില്ല, പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിൽ ആവശ്യമാണ്. ഇതിപ്പോൾ ഇതിനകത്തുള്ളത് പ്രൈമറി കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഇതൊക്കെ നമുക്ക് ആവശ്യമായത് എംബ്രോയ്ഡറിയിൽ വരുന്ന ത്രെഡ്സാണ്, സിൽക്ക് ത്രെഡാണ്. നമ്മൾ കമൽ വർക്ക് ഒക്കെ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ത്രെഡ്സാണ് കേട്ടോ. ഇത് അതേപോലെ സിൽക്ക് ത്രെഡ്സാണ്. സിൽക്ക് ത്രെഡ്സ് ഗോൾഡൻ ത്രെഡ്സാണ്. ഇതിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിൽ വരുന്നതാണ്. ബ്രഷസ് ആണ്. അത് റൗണ്ട് ബ്രഷ്, ഫ്ലാറ്റ് ബ്രഷ്, പോയിൻറ്റ് ബ്രഷ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 2 എണ്ണേ എൻ്റെ അടുത്ത് കയ്യിലുള്ളൂ. ഇത് പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഫാബ്രിക് ഗ്ലൂ ആണ്, 3D കോണാണ്. ഇതും ഫാബ്രിക് ഗ്ലൂ തന്നെയാണ്. പിന്നെ ഇത് ഫ്രെയിംസ് ആണ്. ഓക്കെ, എംബ്രോയ്ഡറി ചെയ്യുന്ന ഫ്രെയിംസ് ആണ് കേട്ടോ. നമുക്ക് പ്ലാസ്റ്റിക്കിലും വുഡൻ ഫ്രെയിംസും കിട്ടും. ഇത് നമുക്ക് വുഡൻ ഫ്രെയിംസ് ആണ് കംഫർട്ട് എങ്കിലും, പക്ഷെ ഇത് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടി പോകാനൊക്കെ ഉള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുത്തിങ്ങനെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് അത് പൊട്ടി പോവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് അത് ക്ലാസ് ആരംഭിക്കാം. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മുമ്പോട്ടുള്ള ക്ലാസ്സസൊക്കെ വേണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കമൻസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, നിങ്ങളുടെ കമൻസ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.